UNA എന്ന യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ സംഘടനയുടെ നേതാവായ ജാസ്മിൻ ഷായുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെൻറ്റ് കണ്ടുകെട്ടി. ജാസ്മിൻ ഷായുടെ ഭാര്യ ഷബ്ന, മറ്റ് ഭാരവാഹികൾ എന്നിവരുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടി. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലായുള്ള ഭൂമിയും ഫ്ളാറ്റുകളുമാണ് കണ്ടുകെട്ടിയത്. തട്ടിപ്പ് നടക്കുന്ന സമയത്ത് സംഘടനയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു ജാസ്മിൻ ഷാ. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുവരുന്ന നഴ്സുമാരുടെ വേതന സമരം ജാസ്മിൻ ഷാ തന്നെയാണ് നയിക്കുന്നത്. സംഘടനയുടെ ഫണ്ട് പ്രതികൾ ഫ്ളാറ്റ് വാങ്ങാനും കാറുകൾ വാങ്ങാനും വകമാറ്റി ചെലവഴിച്ചു എന്നതായിരുന്നു കേസ്. 1.8 കോടിയുടെ ക്രമക്കേടാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിലടക്കം ഫ്ളാറ്റ് വാങ്ങിയെന്നായിരുന്നു കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. ആശുപത്രി വാങ്ങാൻ എന്ന പേരിലും പ്രതികൾ ക്രമക്കേട് നടത്തിയിരുന്നു എന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. 2019-ൽ ജാസ്മിൻ ഷാ അടക്കം 5 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പിന്നീട് 2020-ൽ ജാസ്മിൻ ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. UNAയുടെ മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷാണ് ജാസ്മിൻ ഷാക്കെതിരെ ആദ്യം പരാതി നൽകിയത്. നഴ്സുമാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം ഉൾപ്പെടെ ഭീമമായ തുക തട്ടിയെടുത്തു എന്നായിരുന്നു ആ കേസിൽ പറഞ്ഞിരുന്നത്. ജാസ്മിൻ ഷായും ഭാര്യ ഷബ്നയും കൂടാതെ UNA ഭാരവാഹികളായിരുന്ന ബിബിൻ എൻ പോൾ, ഷോബി ജോസഫ് എന്നിവരുടെ പേരിലുള്ള 5 സ്ഥാവര സ്വത്തുക്കളും 4 സ്ഥിര നിക്ഷേപങ്ങളുമാണ് കണ്ടുകെട്ടിയത്. UNA ദേശീയ പ്രസിഡന്റായിരിക്കെ ജാസ്മിൻ ഷാ ഭാര്യയുമായും മറ്റു ഭാരവാഹികളുമായും ചേർന്ന് സംഘടനയുടെ അംഗത്വ വരിസംഖ്യയും ഫണ്ടും വകമാറ്റി ചെലവഴിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. സംഘടനയുടെ ഫണ്ട് ബാങ്കിൽ നിന്ന് കറൻസിയായി പിൻവലിക്കുകയും കുറച്ച് ഭാഗം അക്കൗണ്ട് ട്രാൻസ്ഫറായി സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു. ഫ്ളാറ്റിൻ്റെയും വാഹനത്തിൻ്റെയും പലിശ അടവിന് ഈ പണം ഉപയോഗിച്ചിരുന്നു. ഇവ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ചെലവുകൾ ആണെന്ന് കാണിക്കാൻ വ്യാജ കമ്മിറ്റി മിനിറ്റ്സുകളും ഉണ്ടാക്കിയിരുന്നു. തൃശൂർ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിനും തൃശൂർ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനും പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED അന്വേഷണം ആരംഭിച്ചത്. സംഘടനയുടെ പണം ഉപയോഗിച്ച് ജാസ്മിൻ ഷാ ഹവാല ഇടപാടുകൾ നടത്തിയതായും വിദേശത്തേക്ക് പണം കടത്തിയതായും നേരത്തെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഈ കേസിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് നീങ്ങുന്നതും തള്ളിക്കളയാനാകില്ലെന്നും ED വൃത്തങ്ങൾ അറിയിച്ചു. നഴ്സുമാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യുന്നു, അതിൻ്റെ നേതാവാകുന്നു. അതേ നഴ്സുമാരുടെ കയ്യിൽ നിന്നും യൂണിയൻ്റെ പേരിൽ വരിസംഖ്യ മേടിച്ച് വീടും കാറും സ്ഥലങ്ങളും ഒക്കെ മേടിക്കുന്നു. സംഘടനയുടെ ഫണ്ടും ദുർവിനിയോഗം ചെയ്യുന്നു. നിയമപോരാട്ടങ്ങൾ നടത്താൻ എന്ന പേരിലും പിരിവെടുത്ത് കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ജാസ്മിൻ ഷായെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. മറുനാടൻ മലയാളി എന്ന YouTube ചാനൽ നടത്തുന്ന ഷാജൻ സ്കറിയ. അദ്ദേഹം ജാസ്മിനെ കാര്യമായി പിന്തുണക്കുന്നത് കണ്ടപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. തട്ടിപ്പുകാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ചില ആളുകളുണ്ട്. മറ്റുള്ളവർ അത് മനസ്സിലാക്കും മുന്നേ ഇത്തരക്കാർ അവരുമായി സൗഹൃദം സ്ഥാപിച്ചിരിക്കും. അത്തരമൊരു സൗഹൃദമാണ് ഇവിടെയും കണ്ടത്.